ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ നിമിഷം പുറത്തു വരികയാണ്. വയനാട്ടിൽ മാനന്തവാടിയിൽ മണിക്കൂറുകളോളം ഭീതി പരത്തിയിരുന്ന കാട്ടാനെ ഇപ്പോൾ ദൗത്യസംഘം മയക്കുവെടി വെച്ചിരുന്നു. അത് തന്നെ പോകുന്ന അവസ്ഥയാണുള്ളത്. ഉള്ളിലേക്ക്, അതായത് വാഴത്തോപ്പിനുള്ളിലേക്ക് തന്നെയാണ് ആന വീണ്ടും പോയിരിക്കുന്നത്. മയക്കുവെടി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ആന ഉള്ളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആനയെ കാണാൻ സാധിക്കുന്നില്ല. ആന ഉള്ളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. SP ജോഷില വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാട്ടാന മണിക്കൂറുകളായി വാഴത്തോട്ടത്തിനുള്ളിൽ തുടരുകയായിരുന്നു. വാഴത്തോട്ടത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. പക്ഷേ മയക്കുവെടി കൊണ്ടിട്ടുണ്ടോ, വെടി കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മയക്കുവെടി വെച്ചതിന് പിന്നാലെ ആന കൂടുതൽ ഉള്ളിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. ജോഷില പറഞ്ഞോളൂ. ജോഷില പറഞ്ഞോളൂ. ആന പ്രകോപിതമായി നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് പടക്കുന്ന ആളുകൾക്ക് നേരെ ആന പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. മയക്കുവെടി കൊണ്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. കാരണം ആനയ്ക്ക് മയക്കുവെടി കൊണ്ട ശേഷമുള്ള രീതിയിലുള്ള അത് ആന പുറത്തേക്ക് വരികയാണ്. ആന മയക്കുവെടി കൊണ്ടതിന് ശേഷമുള്ള ചലനങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു വാഴ പുറത്തേക്ക് പടക്കമെറിഞ്ഞവർക്ക് നേരെ അത് തിരിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ആനയ്ക്ക് വെടികൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിയുന്നു. അത്തരത്തിൽ വാഴത്തോട്ടത്തിന് പുറത്തേക്ക് അത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആന അതിനുശേഷമുള്ള ഒരു രീതിയിൽ നിശ്ചലമായി നിൽക്കുകയാണ് ഇപ്പോൾ. വനപാലകരും അനിശ്ചിതമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ആനയുടെ അടുത്ത നീക്കം എന്താണെന്നുള്ള അറിയാനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ആനയ്ക്ക് മയക്കുവെടി കൊണ്ടിരിക്കുന്നു. SP ജോഷില ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ മണിക്കൂറുകളിൽ നൽകുകയാണ്. രാവിലെ മുതൽ വയനാട് മാനന്തവാടിയിൽ ഭീതി പരത്തിയിരിക്കുന്ന കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ദൗത്യസംഘം മയക്കുവെടി വെച്ചിരിക്കുന്നു. വാഴത്തോട്ടത്തിനുള്ളിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ ആന വാഴത്തോട്ടത്തിനുള്ളിലേക്ക് പരിഭ്രാന്തമായി ഓടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആദ്യഘട്ടത്തിൽ ദൗത്യസംഘത്തിന് നേരെയും ആന വരുന്നത് കണ്ടു. പിന്നീട് ദേഹത്തേക്ക് മണ്ണുവാരി ഇടുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് പോലെ തന്നെ മയക്കുവെടി വെച്ച ശേഷം ആന പരിഭ്രാന്തമാകാനുള്ള സാധ്യത ഈ ദൗത്യസംഘം മുൻപ് തന്നെ മുന്നിൽ കണ്ടിരുന്നു. ജനവാസ മേഖലയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മയക്കുവെടി ഏറ്റിരിക്കുന്നു ആനയ്ക്ക് എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ്. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. മാനന്തവാടിയിൽ മണിക്കൂറുകളോളം ഭീതി വിതച്ചിരുന്ന കാട്ടാനയെ ഇപ്പോൾ ദൗത്യസംഘം മയക്കുവെടി വെച്ചിരിക്കുന്നു. അത് വാഴത്തോട്ടത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാം. ഇപ്പോൾ ആനയ്ക്ക് മയക്കുവെടി ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. PV ജോഷില വിവരങ്ങളുമായി തുടരുകയാണ്. ജോഷില, ഇനിയിപ്പോൾ ബാക്കി നടപടിക്രമങ്ങൾ എന്താണ്? ആനയ്ക്ക് മയക്കുവെടി ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ അല്ലേ? ആനയ്ക്ക് മയക്കുവെടി ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആന പുറത്തേക്ക് വന്നിരിക്കുന്നു. പുറത്തേക്ക് വന്ന് ആന അത്തരത്തിലുള്ള ചലനങ്ങളാണ് ആനയിലുള്ളത്. മണ്ണ് വാരി ശരീരത്തിലേക്ക് ഇടുന്നു. അതുവരെ ആന ഉദ്യോഗസ്ഥർക്ക് നേരെ അല്ലെങ്കിൽ ദൗത്യസംഘത്തിന് നേരെ പടക്കം പൊട്ടിച്ച ദൗത്യസംഘത്തിന് നേരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വന്ന് അതൊരു മയക്കുവെടി കൊണ്ട ഒരു രൂപത്തിൽ തന്നെയാണ് അതിന്റെ പെരുമാറ്റം എന്ന് വേണം പറയാൻ. എന്തായാലും ആദ്യത്തെ മയക്കുവെടി അതിന് കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. അത് ഇത്രയും നേരം വാഴത്തോപ്പിനുള്ളിൽ തന്നെ കഴിയുകയായിരുന്നു. പേടിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് വാഴത്തോപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നിരിക്കുന്നു. അത് ഇപ്പോൾ മറ്റ് അമിതമായ ഒരു പരാക്രമം ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ വാഴത്തോപ്പിനുള്ളിലേക്ക് നേരത്തെ മയക്കുവെടി കൊണ്ട സമയത്ത് അത് കുറച്ചു ദൂരം സഞ്ചരിച്ചിരുന്നു. ഉള്ളിലൂടെ തന്നെ സഞ്ചരിച്ചിരുന്നു. അതിനുശേഷമാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും മറ്റ് ദൗത്യസംഘം കാത്തു നിൽക്കുകയാണ്. അതിന്റെ അടുത്ത ഒരു പെരുമാറ്റം എങ്ങനെയുണ്ട് എന്ന് കാണാനായി. അത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനമെടുക്കാനായി ദൗത്യസംഘം